ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായത്. ഈ വിചാരണയ്ക്കിടയിൽ ആ കുട്ടി എനിക്ക് അയച്ച വോയിസ് നോട്ടുകൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ വിചാരണ ദിവസങ്ങളിൽ അവരവിടെ നിന്നത് എന്നതിന് ഇതിൻ്റെ അപ്പുറത്ത് ഒരു തെളിവ് വേണ്ട. നമ്മൾ നീതി തേടിയിട്ട് പോകുന്നത് ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നീതി തേടി പോകുന്ന ആ സ്ഥലത്ത് ആ പ്ലാറ്റ്ഫോം പോലും എങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിലെ പ്രബലരായിട്ടുള്ള ആൾക്കാർ മുഴുവനും വലിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ്. കുറ്റാരോപിതനായ ആളോടൊപ്പം നിൽക്കുന്നു, പരസ്യമായിട്ട് വേദികൾ പങ്കിടുന്നു എന്നൊക്കെ പറയുന്നതിൽ കുറ്റമുണ്ട് എന്നല്ല. പക്ഷേ ആ അതിജീവിതയ്ക്ക് അത് കൊടുക്കുന്ന എങ്ങനെയാണ് ആ മൊറൽ തകർക്കുന്നത് എന്ന് അറിയാൻ നമുക്കിതിൽ കൂടുതലൊന്നും വേണ്ട. നേരത്തെ ഞാൻ ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പറയാൻ കാരണം അത്രയ്ക്കുണ്ട് സമാനതകൾ. എന്തുകൊണ്ടാണ് ഇതേ പാറ്റേൺ ആവർത്തിക്കുന്നത് എന്നതിലാണ് ഏറ്റവും വിഷമം. അതിലും ഇതേപോലെയാണ് ഗൂഢാലോചന നടത്തുന്നത് അജിതയ്ക്കയുടെ താല്പര്യത്തിന് പരാതിക്കാരികളെ കൊണ്ടുവരുന്നു, ഇതേപോലെ ലഡു വിതരണം നടത്തുന്നു. ഇത് മുഴുവൻ അത് കഴിഞ്ഞിട്ട് കേരളം എന്താണ് അദ്ദേഹത്തിനോട് ചെയ്തത്? റെക്കോർഡ് വിജയമായിരുന്നു അടുത്ത ഇലക്ഷനിൽ. അതാണ് ഇപ്പം മനസാക്ഷിയുടെ കോടതി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിനൊന്നും നമ്മളുടെ മുമ്പിൽ തെളിവില്ല. ഇവിടെ സ്ത്രീകൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പരാതിക്കാരിക്ക് മാതൃകാപരമായിട്ട് അവർ പറഞ്ഞ് അതിൽ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇതിൽ വീക്ക് ലിങ്ക്സ് ഉണ്ടല്ലോ, ആ വീക്ക് ലിങ്ക്സിനെയാണ് ഇതിന് മുമ്പെയുള്ള കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ടത്. ഒരു പരാതിയിൽ 2 പേരുടെ പേര് ഒരുമിച്ച് പറയുമ്പം അതിലെ ഡ്രൈവറിൻ്റെ പേരിൽ മാത്രം നടപടിയെടുക്കുകയും അതേ മൊഴിയിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രബലരായവരുടെ ഒന്നും പേരിൽ നടപടികളില്ലാതിരിക്കുകയും